ആ യേശു നമ്മുടെ നടുവിൽ കടന്നു നിന്നിട്ടുണ്ട്. സ്തോത്ര. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു കർത്താവ്. സ്തോത്ര. നമ്മുടെ താഴ്ചകളെ ഉയർച്ചകളാക്കി മാറ്റുന്ന കർത്താവ്, നമ്മുടെ മാറയെ മധുരമാക്കി മാറ്റുന്ന കർത്താവ്, നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു കർത്താവ്. എത്ര വിശ്വസിക്കുന്നു? ഇന്ന് പലക്കൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിലത് കാണും. സ്തോത്ര. കാണുന്നത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കാണും. സ്തോത്ര. ഹല്ലേലൂയ. You are going to receive the glory of God. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ. കാണുന്നത് വേറെ, പ്രാപിക്കുന്നത് വേറെ. സ്തോത്ര. ഇന്ന് പലക്കൽ അതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്നത് എന്നെ നിറയ്ക്കുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എൻ്റെ ബലഹീനതയിൽ എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്ന ദൈവ കൃപയുടെ വ്യാപാര ശക്തി. എത്ര ഉറപ്പുണ്ട്? ആ കൃപയുടെ സമ്പന്നത നിങ്ങളുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തും. അതുകൊണ്ട് ആരും നിരാശയോടെ ഭാരത്തോട് ഇവിടെ ഇരിക്കരുത്. നാം ഭാരത്തോടെ ഇരിക്കരുത്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ ഭാരത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. സ്തോത്രം. ഒത്തിരി ഭാരമായി വന്നിട്ടുണ്ടെങ്കിൽ ഭാരം, സ്തോത്രം, കർത്താവിൻ്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യാൻ, സ്തോത്രം, അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഭാരത്തിന്മേൽ കർത്താവിന് നിങ്ങൾക്ക് ഒരു ഇടപെടലുമില്ല. ഭാരം വിട്ട്, സ്തോത്രം, ഭാരവും വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാനാണ് പറയുന്നത്. ഭാരത്തിന് ദൈവത്തിന് ഇടപാടുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലൊന്നും നിങ്ങളുടെ ഉള്ളിൽ ബാധിക്കരുത്. ഈ ഭാരമൊന്നും നിങ്ങളുടെ തലയുടെ മുകളിൽ ഇരിക്കരുത്. സ്തോത്ര. ലോകത്തിന് ഒരു നുകവും നിങ്ങളുടെ തോളിൽ ഇരിക്കരുത്. നുകങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം ഇവിടെയുണ്ട്. എത്ര വിശ്വസിക്കുന്നു? നുകങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം. സ്തോത്ര. ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന, കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന. സ്തോത്ര. നിങ്ങൾക്ക് വേണ്ടി സ്തോത്ര. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് മഹത്വം നൽകുകയാണ്. അതുകൊണ്ട് ഭാരം ഒഴിഞ്ഞവരായി ദൈവസ്ഥയിൽ ഇരിക്കുവാൻ. സ്തോത്ര. നിരാശയുടെ എല്ലാ കെട്ടുകളും പൊട്ടിച്ച്, സ്തോത്ര, നിരാശ ഇങ്ങനെ നിരാശയുടെ ഒരു സ്തോത്ര ഗർത്തത്തിനകത്ത്, താഴ്വരയ്ക്കകത്ത്, കുഴിക്കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ കയറി വരുവാൻ വിശ്വാസത്തിന്റെ ചില കോവേണി അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കയറി വാ. സ്തോത്ര. ഇനി നിങ്ങൾ താഴോട്ട് പോകാതെ പോയത് മതി. സ്തോത്ര. ആരോടൊക്കെ ദൈവത്തിന് സംസാരിക്കുക. സ്തോത്ര. നിരാശയുടെ പടുകുടിയിൽ കിടന്ന് മുങ്ങി താഴുവാനല്ല, അവിടുന്ന് സ്തോത്ര വിശ്വാസത്തിന് ഓരോ സ്റ്റെപ്പ് കയറുവാൻ, വിശ്വാസത്തിന്റെ കയറ്റം കയറുവാൻ, വിശ്വാസത്തിന്റെ മല കയറുവാൻ, വിശ്വാസത്തിന്റെ സ്തോത്ര പർവ്വതങ്ങൾ കയറുവാൻ, വിശ്വാസത്തിന് ഉയരങ്ങൾ കയറുവാൻ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന കുഞ്ഞാടുണ്ട്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന മറുപടികളുണ്ട്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന് ഉത്തരങ്ങളുണ്ട്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ദൈവപ്രവർത്തന ആണുങ്ങളുണ്ട്. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയുക? ആമേൻ. ഞാൻ താഴോട്ട് പോയല്ല, ഞാൻ ഉയരങ്ങളിലേക്ക് കയറുകയാണ്. സ്തോത്ര. വിശ്വാസത്തിന് അനുസരണം, വിശ്വാസത്തിന്റെ ചുവടുകൾ, വിശ്വാസത്തിന്റെ പുതിയ സ്റ്റെപ്പുകൾ. സ്തോത്രം. ആമേൻ. പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ആ സ്റ്റെപ്പ് നിങ്ങളുടേതല്ല, ആ സ്റ്റെപ്പ് നിങ്ങളുടെ കർത്താവിൻ്റെതാണ്. നിങ്ങൾക്ക് മുമ്പായി നിങ്ങളുടെ കർത്താവ് അവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഒരു നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ ഒരു നല്ല മാതൃക. അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടേതല്ല, അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ കർത്താവിൻ്റെതാണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഇടേണ്ടതാണ്. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ പറഞ്ഞു, അവൻ സ്തോത്രം ഒത്തിരി ക്ഷീണിച്ചവരെ, ഒത്തിരി ബലഹീനമായ ആടുകളെ, തള്ളയാടുകളെ പതുക്കെ നടത്തുകയും, പതുക്കെ ഓടിച്ചു വിടത്തില്ല, പതുക്കെ നടത്തുകയും, സ്തോത്ര, കുഞ്ഞാടുകളെ തോളിലെടുക്കുകയും. സ്തോത്രം. ആമേൻ. അപ്പോൾ സ്തോത്രം, വഴി വിട്ടുപോയ, ആല വിട്ടുപോയ, കൂട്ടം വിട്ട് തെറ്റിപ്പോയ, തിരിച്ചു വരാൻ മടങ്ങി വരാൻ അറിയാതെ, റൂട്ട് അറിയാത്ത, സ്തോത്രം, കൊമ്പ് കാട്ടിൽ കുരുങ്ങിപ്പോയ സ്തോത്രം, ആ ആടിനെ തോളിലെടുക്കുകയും. സ്തോത്രം. 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 ഇപ്പൊ നോക്കണേ, ഈ ഇടയൻ്റെ എവിടെല്ലാം ആടുകൾ ഇരിപ്പുണ്ട്. തോളിലിരിക്കുന്നു, തലപ്പുറത്ത്, തലയിലിരിക്കുന്നു. സ്തോത്ര. ആമേൻ. കയ്യിൽ നടത്തിക്കൊണ്ട് പോകുന്നു, ഓടിച്ചു വിടാതെ പരിപാലിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ഇവിടെ പറയാം, നല്ല ഇടയൻ നമുക്ക് വേണ്ടി ഉണ്ട്. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ നല്ല ഇടയൻ. സ്തോത്ര. ഇത്ര വലിയ സ്നേഹത്തെ വെളിപ്പെടുത്തിയ നല്ലൊരു ഇടയൻ നമുക്ക് വേണ്ടി ഉണ്ട്. ഇന്ന് പലക്കാലം സ്തോത്രം ഞാൻ പറഞ്ഞു വന്നത്, ഭാരമുള്ളവരായി, വേദനയുള്ളവരായി, നിരാശയുടെ കുഴികളിൽ ഇവിടെ കിടന്ന് സ്തോത്രം മുങ്ങിത്താഴാതെ കിട്ടുന്ന ഒരു വചനം പിടിച്ചുകൊണ്ട് പോകണം. സ്തോത്രം. ഒറ്റ വചനം മതി നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുവാൻ, നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റുവാൻ. ഒരു വചനം മതി. സ്തോത്രം. ചിലവരോടത് എഫത എന്നായിരിക്കാം. സ്തോത്ര. അടഞ്ഞിരിക്കുന്നത് തുറന്നു വരുവാനായിരിക്കാം. എഫത എന്നായിരിക്കും. സ്തോത്ര. ചിലവരോട് ഇത് പലക്കാലം പരിശുദ്ധമ പറയുന്നു, എഫത തുറന്നു വരട്ടെ. അടഞ്ഞത് പിശാച് കൊട്ടി അടച്ചത്. സ്തോത്ര. വാതിൽ കെട്ടി മുറുക്കിയത്. സ്തോത്ര. ആമേൻ. ഇരുമ്പോടാമ്പൽ കൊണ്ട് താഴിട്ട് മുറുക്കിയത്, ഇനി തുറക്കുവാൻ കഴിയാത്തത്, നിങ്ങൾ പകച്ചു നിൽക്കുന്നത്, ഇത് പലക്കാലം പരിശുദ്ധമായി വിളിച്ചു പറയുന്നു, തുറന്നു വരിക. ചില വാതിലുകൾ തുറന്നു വരിക, ചില നന്മയുടെ വഴികൾ തുറന്നു വരിക, ചില അടഞ്ഞ വഴികൾ തുറന്നു വരിക. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരിക. എപ്പോഴും എഫാദ നല്ല കർത്താവ് പറയുന്നത്, എപ്പോഴും തുറന്നു വരിക എന്നല്ല പറയുന്നത്. ചില സന്ദർഭങ്ങൾ കർത്താവ് കയറി പറഞ്ഞു, യായിറോസിന്റെ വീട്ടിൽ എഫാദ എന്നല്ല പറഞ്ഞത്. യായിറോസിന്റെ വീട്ടിൽ സ്തോത്ര, ആ കുഞ്ഞിനെ മരണം അടിച്ചോണ്ട് പോയി, മരണം മോഷ്ടിച്ചോണ്ട് പോയി. സ്തോത്ര. ഒരു 12 വയസ്സുള്ള കുട്ടിയെ മരണം എടുത്തോണ്ട് പോയി. ഒടുക്കത്തെ ശത്രു മരണം ആ വീട്ടിൽ സ്തോത്ര ആരുടെയും അനുവാദം ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്ന് ആ കുട്ടിയെ എടുത്തോണ്ട് പോയി. ഇന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്, അപകരിക്കപ്പെട്ടത്,
നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിശാച് അപഹരിച്ചത്, സ്തോത്രം, മോഷ്ടിച്ചത്, കള്ളൻ അറുക്കുവാനും മുട്ടിക്കുവാനും വന്നെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തച്ചുടച്ചത്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തത്, നിങ്ങളെ സ്തോത്രം പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയത്, നിങ്ങളുടെ സമ്പത്തിനെ ലൂട്ട് ചെയ്തത്, യേശുവിന്റെ നാമത്തിൽ ഞാനിവിടെ പറയാം, എന്തുവായാലും പിശാച് വന്നത് ജീവൻ നൽകാനല്ല. സ്തോത്ര, പിശാച് വന്നത് ഒരു സ്തോത്രം ഉള്ളതൂടെ സ്തോത്രം അടിച്ചു മാത്രം എടുത്തുകൊണ്ട് പോകാനാ. പക്ഷെ ഇന്ന് പറയാൻ വിളിച്ചു പറയാം, സ്തോത്ര, ഞാൻ നല്ല ഇടയിൽ വന്നത് ജീവനുണ്ടാവുവാന് സമർത്ഥിയായ. ഇങ്ങനെ ചില പദപ്രയോഗങ്ങൾ ബൈബിളുണ്ട്. ജീവനും ജീവന്റെ സമർത്ഥം എന്ന് പറഞ്ഞേ പറയുന്നതോറും അതിന്റെ വിടുതലാകട്ടോ. ജീവനും ലൈഫ് ആൻഡ് അബണ്ടൻസ് ഓഫ് ലൈഫ്. സ്തോത്രം, ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കണം. ഞാനിവിടെ പറയാം, ശുഷ്കതയിൽ ജീവിക്കരുത്, ദാരിദ്ര്യത്തിൽ ജീവിതം കഴിച്ചു കൂടരുത്. സ്തോത്ര, ഇല്ലായ്മകളിൽ എന്നും സ്തോത്രം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടരരുത്. സ്തോത്രം, ഓക്കെ, ചില സന്ദർഭങ്ങളൊക്കെ ഇല്ല, വാസ്തവമാണ്. ഞാൻ അന്നേരം എൻ്റെ ചോദ്യം എന്തുകൊണ്ടില്ലെന്നാണ്. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്കില്ല? സ്തോത്രം, എന്തുകൊണ്ടില്ല? നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. സ്തോത്ര, എവിടെ നിങ്ങളുടെ സന്തോഷം എവിടെ പോയി? സ്തോത്ര, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷവും സന്തോഷത്തിന്റെ പരിപൂർണതയും. ചെറിയ സന്തോഷം പോരാ, 1 ഔൺസ് 2 ഔൺസ് സന്തോഷം പോരാ, സന്തോഷവും സന്തോഷത്തിന്റെ പരിപൂർണതയും. ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പൗലോസ് അതിനോട് ചേർന്ന് പറയാ, സമാധാനം മാത്രമല്ല സകല ബുദ്ധിയെയും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറയാൻ എന്താ കർത്താവിന്റെ സ്ഥലം, എന്തിനാ കുറവ്? പ്രിയ സഹോദരി, എന്തിനാ കർത്താവിന്റെ സ്ഥലം കുറവ്? എന്തിനാ നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്നത്? എന്തിനാ വേദനയുടെ പടുകൂടിയിൽ ഇങ്ങനെ മുങ്ങി താഴുന്നത്? സ്തോത്രം, എന്തിനാ ഈ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ രാത്രികൾ നിങ്ങളെ കടത്ത് കുഴയുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉറക്കമില്ലാത്ത രാത്രികൾ? എന്തുകൊണ്ട് മനസ്സിന് ഇത്ര ഭാരം? സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന, ഭാരങ്ങളെ ഡീൽ ചെയ്യുന്ന നല്ല വൈദ്യൻ, ഗലിയാദിലെ നല്ല വൈദ്യൻ, കണ്ണുനീരിനെ തുടയ്ക്കുന്ന, ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന, കല്ലുരുട്ടി മാറ്റുന്ന, സ്തോത്രം, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന, ഓ ശതാരാധ, ആ കരങ്ങളെ ചേർത്തടിച്ച് ആത്മന്തരം വിടുതൽ ഈ ആരാധന ചില വിടുതലുകൾ സ്വീകരിച്ചാട്ടെ. അർത്ഥര ജഗതന വൈഡമന ഹതുര അതല രഗന ധഗജ ധഗന വൈശാമാന ധേരജാന. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ നടുവിൽ പകരുകയാണ്, പരിശുദ്ധാത്മാവിടെ പകരുകയാണ്, ആത്മാവോടെ നിങ്ങളെ തൊടുകയാണ്. ഓ യേശുവിൻ നാമത്തിൽ ക്ഷീണം മാറിയവരായി, ബലഹീനതകൾ മാറിയവരായി, സ്തോത്രം, ഇതുപോലെ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. എത്ര റെഡിയാണ്? ഞാൻ ഇന്ന് പറഞ്ഞ വിടുതലുമായി മടങ്ങി പോകത്തുള്ളൂ. നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ അവകാശം കേട്ടോ. ഇപ്പുറത്തിരിക്കുന്നവർ സ്തുതിച്ചാലോ സ്തോത്രം ചെയ്തില്ലല്ലോ കൈപൊക്കിയാലോ ഉറങ്ങിയാലോ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പ്രശ്നം അവർക്കല്ല, നിങ്ങൾക്കാ. നിങ്ങളുടെ മുമ്പിലാ കീറാമുട്ടി കിടക്കുന്നത്, നിങ്ങളുടെ മുമ്പിലെ വാതിൽ അടഞ്ഞു കിടക്കുന്നത്, നിങ്ങളുടെ മുമ്പിലെ ഉത്തരത്തിൽ ചോദ്യങ്ങൾക്ക് പരിഹാരമില്ലാത്തത്, നിങ്ങളുടെ മുമ്പിലെ പ്രശ്നമുള്ളത്. സ്തോത്ര, അടുത്തിരിക്കുന്നതൊന്നും പരിഹരിക്കത്തില്ല കേട്ടോ. സ്തോത്ര, ഇന്ന് പറക്കാല എല്ലാ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരുവനും ഇവിടെ വന്നിട്ടുണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റും. സ്തോത്ര, ആമേൻ. ഇവിടെ വന്ന ആള് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ കൈകാര്യം ചെയ്യും. സ്തോത്ര, അസ്ഥിയെ തൊടണമെങ്കിൽ തൊടും. സ്തോത്ര, യൂറോളജിയെ തൊടണമെങ്കിൽ തൊടും. സ്തോത്ര, നെർവിനെ തൊടണമെങ്കിൽ തൊടും. സ്തോത്ര, സ്കിന്നിനെ തൊടണമെങ്കിൽ തൊടും. ആന്തരിക അവയവങ്ങളെ തൊടണമെങ്കിൽ തൊടും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഗർഭാശയത്തിലെ വന്ധ്യതകളെ എടുത്തു മാറ്റുവാൻ, തടസ്സങ്ങളെ നീക്കുവാൻ കർത്താവിന് കഴിയുക, അവന്റെ ആത്മാവിന് കഴിയുക, അവന്റെ ശക്തിക്ക് കഴിയുക. എല്ലാ നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തിന് കഴിയുക. നിന്റെ ശരീരത്തിന്റെ കേടുകളെ മാറ്റുവാൻ, നിന്റെ ശരീരത്തിന്റെ കെടുതിയെ മാറ്റുവാൻ, നിന്റെ ശരീരത്തിന്റെ പോരായ്മകളെ മാറ്റുവാൻ. ഞാൻ ഇവിടെ പറയാൻ പ്രിയമുള്ള, നിങ്ങൾ പോരായ്മകളിൽ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ താഴ്ചകൾ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം? ആ ആഗ്രഹത്തോട് ചേർന്ന് നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ ആഗ്രഹം വേറെ, എൻ്റെ ആഗ്രഹം വേറെ. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരു തെറ്റായ പിക്ചറാ. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചാൽ എത്ര ഉപസിച്ചാൽ എൻ്റെ കാര്യങ്ങളെ കർത്താവിന് ഒരു തീർപ്പില്ല, എൻ്റെ കാര്യങ്ങൾക്ക് ഒരു നടപടിയില്ല. സ്തോത്രം, ഇന്ന് വളരെ പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ഇന്ന് എന്തെങ്കിലും കർത്താവ് ചെയ്യും. സ്തോത്രം, ഇന്നത്തെ പേര് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ കടന്ന് നീ പോകല്ലേ, എന്നെ കടന്ന് നീ പോകല്ലേ. സ്തോത്രം, എനിക്ക് വേണ്ടി ഒരു വാക്ക് മതി. പത്രോസ് പറഞ്ഞു, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, സ്തോത്രം, നിന്റെ വാക്കിന് ഞാൻ വരയിറക്കാം. 100 കണക്കിന് ഇവിടെ ശബ്ദങ്ങളുണ്ട്, വാക്കുകൾക്കില്ലാഞ്ഞിട്ടില്ല. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, മറ്റുള്ളവർ അഭിപ്രായമല്ല. ഡോക്ടർ പറഞ്ഞ ഡോക്ടറിന്റെ അഭിപ്രായമാ, മെഡിക്കൽ സയൻസ് പറഞ്ഞത് മെഡിക്കൽ സയൻസിന്റെ നിഗമനമാ. പക്ഷെ ട്രൂത്ത് അതല്ല, സത്യം അതല്ല. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. യേശുവിന് സകലത്തിന് മേല്, നിന്റെ ശരീരത്തിന് മേല്, നിന്റെ ഭാവിയുടെ മേല് അവന് അധികാരമുണ്ട്.
സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഏലപ്പാറയിൽ ഒരു ഹൗസ് ഓഫ് പ്രേയറിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമാവും ആ പ്രാർത്ഥന മുറിയിൽ വളരെ സജ്ജീകരിച്ചിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന മുറിയിൽ സ്തോത്രം. ഞാൻ മറ്റു പാഷ സ്തോത്രം ശുഭ പാഷ എന്നോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മുട്ടുമടക്കി. സ്തോത്രം. മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിൻ്റെ എന്നോട് പറഞ്ഞു, സ്തോത്രം, പറഞ്ഞ കാര്യങ്ങൾ ഒരു ഉണർവിൻ്റെ പങ്കാളിയായി തീരുവാൻ സ്തോത്രം ദൈവം എന്നെ നിങ്ങളെയും ഈ തലമുറയിൽ കണ്ടിരിക്കുകയാണ്. ആദ്യം ആ ഉണർവ് നിങ്ങളിൽ ഉണ്ടാകണം. ആ ഉണർവിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയും നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഉണർവിനെ ആഗ്രഹിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബങ്ങൾ ഉണർത്തപ്പെടും. സ്തോത്രം. കുടുംബങ്ങൾ ഉണർവ് എന്നോട് പറഞ്ഞു. സ്തോത്രം. ഈ ഹൈ റേഞ്ചിൽ ഞങ്ങൾ നിന്നപ്പോൾ ഇങ്ങനെ കോട മഞ്ഞ് പെയ്തിറങ്ങുകയാണ്. സ്തോത്രം. മഞ്ഞിങ്ങനെ പെയ്തിറങ്ങുകയാണ്. ഹല്ലേലൂയ. ചെറിയ ചാറ്റിൽ ഇതുപോലെ ഉണർവിൻ്റെ ആശിഷ മാറി ജാതികളെ തൊടുന്ന, സമൂഹത്തെ തൊടുന്ന, ദേശത്തെ തൊടുന്ന, രാജ്യങ്ങളെ തൊടുന്ന ഒരു വലിയ മാരിയായി, വൻമഴിയായി സ്തോത്രം ആർക്കും തടയാൻ കഴിയത്തില്ല. ഇതൊക്കെ ഞങ്ങളിവിടെ സ്ക്രീനിൽ കാണിച്ചത് ജസ്റ്റ് നിങ്ങളുടെ പ്രാർത്ഥന മനസ്സിനെ ഉണർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കാൾ വലിയ വിഷയം വേറെ ദൈവരായത്തിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അല്ല മഹാരാഷ്ട്രയിൽ സ്തോത്രം അവിടെ ചെറിയ ദൈവവും സ്തോത്രം ആമേൻ ദൈവത്തിന് കഴിവില്ലെന്നല്ല. ഇതൊക്കെ ഡീൽ ചെയ്യാൻ വെറും പപ്പടം പൊടിക്കുന്ന എഫക്റ്റേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് വാവുകൊണ്ട് പറയാത്തത്. പേര് വാവുകൊണ്ട് പോലും പറയേണ്ട കാര്യമില്ല. സ്തോത്രം. സ്തോത്രം. ആരുടെയും പേര് സ്തോത്രം അന്യ പേരുകളൊന്നും വാവുകൊണ്ട് പോലും എന്ത് ചെയ്യരുത്, എടുക്കരുത്. സ്തോത്രം. ഇതെല്ലാം തമ്പുരാൻ ദൂതന്മാർ നേരിട്ട് ഡീൽ ചെയ്യും. സ്തോത്രം. ഒരാമേൻ പറഞ്ഞേ. കർത്തവാദിന്റെ മീതെ സകല നാമങ്ങളുടെ സകല നാമങ്ങളുടെ മീതെ, സകല കർത്തൃത്വങ്ങളുടെ മീതെ, സകല അധികാരങ്ങളുടെ മേലെ ലിസൺ. പൗലോസ് പറഞ്ഞു, വിളിച്ചു പറയുന്ന സകല നാമങ്ങളുടെ മീതെ ആരുണ്ട്? യേശുവുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? അവൻ നിന്റെ ശരീരത്തിന് അധികാരിയാണ്. അവൻ നിന്റെ ഭാവിയുടെ അധികാരിയാണ്. അവൻ നിന്റെ കുടുംബത്തിന് അധികാരിയാണ്. ഒരപ്പനോട് പറയുന്നത് പോലെ സ്തോത്ര, അവൻ നിന്റെ പിതാവാണ്. അവൻ നിന്റെ യജമാനനാണ്. അവൻ നിന്റെ കർത്താവാണ്. അവൻ നിന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എഫദ എന്നല്ല എപ്പോഴും കർത്താവ് പറഞ്ഞത്. യായിറോസിന്റെ വീട്ടിൽ കർത്താവ് കയറി പറഞ്ഞത് തലീതാ ഖൂമി, തലീതാ ഖൂമി. എന്താണ് അവിടെ അങ്ങനെ പറഞ്ഞതിന് കാര്യം? സ്തോത്രം. മരണത്തിന്റെ പുതപ്പ് ഈ കുട്ടിയെ മൂടിയിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. സ്തോത്രം. ന്യായപ്രമാണം കൊണ്ടെത്തിക്കുന്നത് അത് സ്തോത്രം അനുസരിച്ചില്ലെങ്കിൽ മരണത്തിൽ കൊണ്ടെത്തിക്കുന്നു. എവിടെ ഒരു അവിശ്വാസം, സ്തോത്രം, എവിടെ ഒരു ദുർമനസാക്ഷി, എവിടെ ഒരു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, സ്തോത്രം, അത് ആ കുട്ടിയെ അപകരിക്കാൻ റെഡിയായി തീർന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ കരിമ്പടം പോലുള്ള പുതപ്പിട്ട് ഈ കുട്ടിയെ മൂടിയിരിക്കുകയാണ്. ന്യായപ്രമാണം പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ഒരു മൂടുപടം അകത്തുണ്ട്. സ്തോത്രം. ആമേൻ. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പുതപ്പ് കൊണ്ട് കുട്ടിയെ മൂടി. സ്തോത്രം. ആമേൻ. സ്തോത്രം. മൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുഖം പോലും കാണാൻ കഴിയത്തില്ല. അവിടെ കയറി വന്നാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്, താ കിടക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കരിമ്പടം മൂലം മൂടിയ ഈ പുതപ്പിന്റെ കീഴിൽ ഒരു ജീവനായിരുന്നു. സ്തോത്രം. ഒരു ഭാവിയായിരുന്നു, ഒരു ജീവിതമായിരുന്നു, ഒരു വീട്ടിൽ ഏക മകളായിരുന്നു. സ്തോത്രം. താ മൂടി ആരോ എടുത്തോണ്ട് പോയി. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശു വരുന്നതിന് മുമ്പ് ആര് കയറി? സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? യേശു ആ വീട്ടിൽ കയറി വരുന്നതിന് മുമ്പ് ആര് കയറി ചെന്നു? മരണം കയറി ചെന്ന് എടുത്തോണ്ട് പോയി. പക്ഷെ ഞാൻ വിളിച്ചു പറയാം, സ്തോത്ര, യേശു തിരിച്ചു വെപ്പിച്ചു. ഇത്ര സ്തോത്രം പോരാ, യേശു തിരിച്ചു വെപ്പിച്ചു. വെക്കടാന്ന് പറഞ്ഞു, തിരിച്ചു വെപ്പിച്ചു. സ്തോത്ര. ഓ ശകാരധന അധകന ഘടകത്തില് പ്രാണനെതിരെ, ജീവനെതിരെ, ഭാവിക്കെതിരെ, തന്റെ ജനത്തിന്റെ ആരോഗ്യത്തിനെതിരെ, നന്മയ്ക്കെതിരെ പിശാചിൽ നിന്ന് വാദിക്കുന്ന സകല വാദകത്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം അതിന്റെ മീതെ കർത്താവ് ജയം കൽപ്പിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, Praise the Lord. തലീതാ ഖൂമി. ഈ കുഞ്ഞിന്റെ പ്രാണൻ അവളിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്ര. ന്യായപ്രമാണത്തിന്റെ അധികാരിയായ, സ്തോത്ര, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ, ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വന്ന യേശു വിളിച്ചു പറഞ്ഞു, ഇല്ല സ്തോത്ര, ഞാൻ വരുന്നതിന് മുമ്പേ മരണം വിതയ്ക്കുവാൻ ഞാൻ പറഞ്ഞ വാക്ക് ആരും കേട്ടില്ല. മരണം വിതയ്ക്കുവാൻ സ്തോത്ര നിനക്ക് കഴിയത്തില്ല. സ്തോത്ര. ഞാൻ മരണത്തിന്റെ അധികാരിയാണ്. ഞാൻ ജീവന്റെ അധികാരിയാണ്. ഞാൻ ജീവന്, സമൃദ്ധിയായ ജീവന് നൽകുന്നവനാണ്. തിരിച്ചു വെപ്പിച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും കേട്ടോ. സ്തോത്രം. തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും. സ്തോത്രം. അതിൻ്റെ ഫലവും അതിൻ്റെ കാമ്പും നാമ്പും അതിൻ്റെ ഇലയും, സ്തോത്രം, അതിൻ്റെ സ്തോത്രം എല്ലാ സ്വാദും സത്യവും എല്ലാം മുമ്പേ പറഞ്ഞത് മൊത്തം അടിച്ചോണ്ട് പോയി. സ്തോത്രം. ആരടിച്ചോണ്ട് പോയി? സ്തോത്രം. വിട്ടിലും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും എല്ലാം സ്തോത്രം തിന്ന് ശേഷിപ്പിച്ചത്. സ്തോത്രം. എന്നോട് ദൈവത്തിലമായി പറഞ്ഞു, തിന്ന് ശേഷിപ്പിച്ച ഇലയല്ല, പൂവല്ല, കാമ്പല്ല, കായല്ല, സ്തോത്ര, തൊലിയല്ല, നിന്റെ സമയമാണ്.
പ്രിയ സഹോദരി, നിന്റെ സമയമാണ് പോയത് കേട്ടോ. സ്തോത്ര, നിന്റെ സമയം ഒത്തിരി പോയി. സ്തോത്ര, നീ വിചാരിച്ചത് പിടിച്ചക്കട്ടത്തിനകത്ത് സമയം കിട്ടത്തില്ല. സ്തോത്ര, ബാക്കി എന്തും കിട്ടും. സ്തോത്ര, സ്തോത്ര, ഭൂതശക്തിയെ വരച്ച് വരെ നിർത്താം. സ്തോത്ര, പക്ഷെ സമയത്തെ നിനക്ക് കിട്ടത്തില്ല. നിന്റെ മീതെ കൂടെ സമയം പോകും. സ്തോത്ര, യേശു ഞാനിവിടെ പറയട്ടെ, എത്ര സമയം പാഴാക്കി കളഞ്ഞു, എത്ര സമയം നേരമ്പോക്കിന് പോയി, എത്ര സമയം കോമഡിക്ക് പോയി, എത്ര സമയം പാരടിക്ക് പോയി. സ്തോത്ര, ഏറ്റവും അവസാനം ലൈഫ് ഒരു കോമഡിയും പാരടിയായിട്ട് മാറി. കൈപ്പൊക്കണ്ട. സ്തോത്ര, തീർന്നു. സ്തോത്ര, ഒത്തിരി നാട്ടുവർത്താനം കേട്ടു. സ്തോത്ര, ഗോസിപ്പ് കേട്ടു. പാപ്പരാസിയുടെ സ്തോത്ര വർത്തമാനങ്ങൾ കേട്ടു. സ്തോത്ര, അത് കണ്ടു, ഇത് കണ്ടു, ഒത്തിരി കാഴ്ച കണ്ടേ അല്ലാതെ സ്തോത്ര എന്താ ബാക്കി? റിസൾട്ട് എന്താ? സ്തോത്ര, ആമേൻ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സമയം വെറുതെ കളയരുത്. സ്തോത്ര, തുള്ളലും പച്ചപ്പുഴും വിട്ടലും വെട്ടുകളി പിന്നെ ശേഷിപ്പിച്ച സംവത്സരങ്ങൾ. സ്തോത്രം, സംവത്സരങ്ങൾ. എങ്ങനെയാ സംവത്സരമാവുന്നത്? ഇപ്പോൾ തന്നെ 2025 പകുതി മാസം പോയി, അടുത്ത പകുതിയിലാണ് നിൽക്കുന്നത്. 6 മാസം പോയി. സ്തോത്ര, അടുത്ത 6 മാസം വേഗത്തിൽ പോകും. സമയങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നീ സമയത്തിനകത്ത് കയറണം. സ്തോത്ര, ഏത് സമയം? ഈ ഞായറാഴ്ച 11 മണിക്കകത്ത് നിൽക്കണം എന്നല്ല പറഞ്ഞത്. സ്തോത്ര, നീ കർത്താവിൻ്റെ സമയത്തിനകത്ത്, കൈറോസിനകത്ത്. സ്തോത്ര, ആമേൻ. ക്രോണോസിനല്ല. ക്രോണോസ് ആണ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. സ്തോത്ര, 1, 2, 3, 4. സ്തോത്ര, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇത് ക്രോണോസ് ആണ്. സ്തോത്ര, പക്ഷേ ഈ നിന്റെ കൈറോസിനകത്ത്, ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് സമയത്തിനകത്ത്, സീസൺ ടൈമിനകത്ത്, പർട്ടിക്കുലർ ടൈമിനകത്ത്, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് എങ്ങനെ അവസാനിപ്പിക്കാം? ഈ യേശു നിങ്ങൾക്ക് വേണ്ടി എന്ന് ചെയ്യും കേട്ടോ. നിങ്ങളോട് ലോകം പറഞ്ഞ, വൈദ്യൻ പറഞ്ഞ, വൈദ്യശാസ്ത്രം പറഞ്ഞ ആ വാക്ക് കാര്യമാക്കട്ടെ. യായിറോസ് പറഞ്ഞ ഏത് വാക്ക്? ആ വാക്ക് കാര്യമാക്കണം. ഒന്ന് പറഞ്ഞ ആ വാക്ക് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞില്ല. ഞാൻ ഉറക്കെ പറയാമോ? എനിക്ക് വലിയൊരു ആവശ്യമുണ്ട്. ആ വാക്ക് ഞാൻ കാര്യമാക്കുന്നില്ല. അവർ എക്സ്റേ നോക്കി, സ്കാനിങ് നോക്കി, MRI നോക്കി, മറ്റേ നോക്കി, മറിച്ച് നോക്കി, ലാബ് ടെസ്റ്റ്, മറ്റേ റിപ്പോർട്ട്, ഈ ആശുപത്രി പറഞ്ഞ ആശുപത്രി കേൾക്കത്തില്ല, ഈ ഡോക്ടർ പറഞ്ഞ ആ ഡോക്ടർ, 100 കണക്കിന് ടെസ്റ്റ്, ചെക്കപ്പ്. ഒരാൾ പറയുന്ന ഒരാൾ കേൾക്കത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ശരീരം വെച്ചോണ്ട് അവർ പഠിക്കുമോ? അത് സോറി ഞാൻ സ്തോത്രം, ഒരു റിപ്പോർട്ട് പോരായോ? ഒരാഴ്ചയുടെ തന്നെ 2-3 റിപ്പോർട്ട് വേണം. സ്തോത്രം, എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം, എന്നെ കൂടെ വെച്ച് അവർ പഠിക്കും. അവർ പല കേസ് സ്റ്റഡി നടത്തിയാൽ അവർക്ക് നിഗമനത്തിലെത്താമോ? അന്നേരം ഞാൻ ശരീരം കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം, ഒരു ദൈവദാസൻ എന്ന് പറയുമ്പോൾ സ്തോത്രം ദൈവത്തെക്കുറിച്ച് പറയണം. ലോകത്തിൻ്റെ ശാസ്ത്രജ്ഞൻ ആ ലോകത്തെക്കുറിച്ച് പറയും, ഞാൻ ദൈവത്തെക്കുറിച്ച് പറയും. സ്തോത്രം, ഇതിൻ്റെ മീതെ ഒരു കർത്താവുണ്ട്. സ്തോത്രം, വൈദ്യൻ പറഞ്ഞ സകല നിഗമനങ്ങൾക്ക് മീതെ ഒരു യേശു ജീവിക്കുന്നു. സ്തോത്ര, അവന്റെ ക്രൂശിലെ ആണിപ്പഴുത് മതി, അവന്റെ സ്തോത്ര ക്രൂശിലെ അടി മതി, അവന്റെ ശരീരത്തിലെ അടി മതി, അവന്റെ അടിപ്പെടാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇനി കർത്താവ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തൊട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ല. കർത്താവ് എന്തൊക്കെയോ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ മറുപടിയെ കർത്താവ് തുടങ്ങി, പക്ഷേ ഒരു പൂർണ്ണതയില്ല. അങ്ങനെയുള്ളവരൊക്കെ കാണും. സ്തോത്രം, ഞാൻ ചിലരെ പണിതെടുക്കാൻ ഒത്തിരി ദിവസം എടുക്കുന്നുണ്ട്. ചിലരെ രൂപാന്തരപ്പെടുത്തി ഒന്ന് കർത്താവിൻ്റെ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി പുറത്തെടുക്കാൻ ഒത്തിരി സമയം എടുക്കും. പക്ഷെ അന്നേരം എൻ്റെ ചിന്ത, ഇപ്പോഴും ഈ കളിമണ്ണ് കുശവൻ്റെ കയ്യിലാണ്. ഇപ്പോഴും ഈ കളിമണ്ണ് ചക്രത്തിന് പുറത്ത് വെച്ചാണ് പണിതെടുത്ത് ശരിയാക്കി എടുക്കുന്നത്. കയ്യിലിരുന്ന കളിമണ്ണ് പാത്രമാക്കിയത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് ദൂരെ, അല്ലേലും നീ വിധേയപ്പെടത്തില്ല, അല്ലേലും നീ ശരിയാകത്തില്ല, അല്ലേലും നിനക്കൊന്നൊരു ഭാവി ഉണ്ടാവത്തില്ല, അല്ലേലും നിന്റെ അവസ്ഥ ഇങ്ങനെ തീരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിച്ചു ദൂരെ തോന്നിയിടത്ത് എറിഞ്ഞില്ല. സ്തോത്രം, കയ്യിൽ വെച്ച് തന്നെ വിരൂപമായി തീർന്നു. സ്തോത്രം, എന്നിട്ടും വിട്ടുകളയാതെ, അവസാനിപ്പിക്കാതെ, വേണ്ടാന്ന് വെക്കാതെ, ഉടച്ചു കളയാതെ, സ്തോത്രം, വീണ്ടും ഈ കുശവൻ തനിക്കിഷ്ടം പോലെ മറ്റൊരു പാത്രം. ഞാനത് ചിന്തിച്ചാൽ ഇനി ഇഷ്ടംപോലെ കളിമണ്ണ് കിടക്കുക, ഇനി ഇഷ്ടംപോലെ പാത്രം വേറെ എൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാൻ പറ്റും. പോന്നെങ്കിൽ ഇതങ്ങോട്ട് പോട്ടെ. സ്തോത്രം, അല്ലെങ്കിൽ ഇതൊന്നും അനുസരിക്കുന്നതല്ല. സ്തോത്രം, ഇതൊന്നും വിധേയപ്പെടുന്നത് തരുന്നതല്ല. പക്ഷെ എന്നിട്ട് വാ കുശവൻ, ഇതാണ് കുശവൻ്റെ മനസ്സ്. സ്തോത്രം, ഇതാണ് കുശവൻ. അവന് പീസായാലും ഉറങ്ങിപ്പോയാലും സ്തോത്രം ഉടച്ചു കളഞ്ഞ സ്തോത്രം ദൂരെ വാരി എറിയത്തില്ലെന്ന്. സ്തോത്രം, നിന്റെ ജീവിതം വികൃതമാക്കി തീർക്കുവാൻ, നിന്റെ ജീവിതം അനാവൃതമാക്കുവാൻ, നിന്റെ ജീവിതം നശിപ്പിച്ചു കളയുവാൻ, നിന്റെ ഭാവി ഇല്ലായ്മ ചെയ്യുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, 99 ആണുണ്ടെന്ന് പറഞ്ഞിട്ട് ആ 99 സംതൃപ്തി അടയാതെ, 99 ഉണ്ടല്ലോ, ഇനി 2-3 ആടുകൾ ഈ ആഴ്ചയിൽ സ്തോത്രം മിക്കവാറും പ്രസവിക്കും. അങ്ങനെയാണെങ്കിൽ 99, 100, 101, 102 ഒരാട് എത്ര കുട്ടിയെ പ്രസവിക്കും? മനു എത്ര ഉണ്ട്? എത്ര പ്രസംഗം? സ്തോത്രം, പല ആളുകളും ഇപ്പോൾ പ്രസവത്തിന് സമയത്ത് ആനിക്കുക. സ്തോത്രം,
അന്നേരം നമുക്ക് തൃപ്തിപ്പെടാവുന്ന ഈ ഇടയൻ തീരുമാനിച്ചില്ല. സ്തോത്രം. നഷ്ടപ്പെട്ടതിന് 99 വിട്ടിട്ടത്. നഷ്ടപ്പെട്ട ഒന്നിൻ്റെ, കാരണം ഈ ആട് സ്വയം തിരിച്ചു വരത്തില്ല. തിരിച്ച് ഈ കൂട്ടിൽ ആലയിൽ വന്ന് കയറാനുള്ള റൂട്ട് അറിയത്തില്ല. ആട് ബുദ്ധിയില്ലാത്ത ജീവിയാ, സ്വയം മടങ്ങി വരാൻ അറിയത്തില്ല. പക്ഷെ കണ്ടെത്തുന്നിടം വരെയും പോയി. ഞാൻ കിടക്കുന്ന ആ കുഴിയിൽ വരെ വന്നു. സ്തോത്രം. ഇത് പറയാൻ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്ത് തീർക്കും കേട്ടോ. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു സ്തോത്രം, ബെത്സയിദയിലുള്ള ഒരു കുരുടനെ കർത്താവ് തൊട്ടു. സാധാരണ കർത്താവ് തൊടുപോലും വേണ്ട. ചില കേസുകൾ കർത്താവ് ഡീൽ ചെയ്യാൻ തുടങ്ങണ്ട. വൃത്തിമായ തൊട്ടില്ല. വൃത്തിമായോട് ഇങ്ങനെ വന്ന് വൃത്തിമായ എല്ലാവരോടും ഭിക്ഷ ചോദിച്ചു. പക്ഷെ യേശുവോട് കാഴ്ച ചോദിച്ചു. സ്തോത്രം. ഉടനെ ആ സെക്കൻഡിൽ ഒന്നും പറയാതെ കണ്ണ് അവിടെ തിരിച്ചു വന്നു. 2 കുരുടന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. അവരോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. അവരുടെ കണ്ണിൽ തൊട്ടവരെ സൗഖ്യമാക്കി. ഓൺ ദ സെക്കൻഡിൽ സൗഖ്യം നടന്നു. പക്ഷെ ബെത്സയിദയിലുള്ള ഒരുത്തനോട് പറഞ്ഞു, സ്തോത്രം, ബെത്സയിദയ്ക്കകത്ത് വെച്ച കർത്താവ് സൗഖ്യം നടത്തിയില്ല. കണ്ടോണേ, ബെത്സയിദയ്ക്ക് ചില റൂട്ട്, ചില മണ്ണ്, ചില വീട്, ചില ബാക്ക്ഗ്രൗണ്ട്, ചില പാരമ്പര്യങ്ങളെ, ചില ട്രഡീഷനെ, ചില ലീഗലിസം, ചില റിലീജിയൻ, ചില ബാക്ക്ഗ്രൗണ്ട്, ചില നാട്ടു നടപ്പ് കിട്ടിയോ? നിങ്ങൾക്കുള്ളത് കിട്ടിയല്ലോ. സ്തോത്രം. കിട്ടിയില്ല? കിട്ടിയില്ലല്ലേ? കേട്ടില്ല. സ്തോത്രം. അത് വിടുതലിന്റെ കാര്യം പറയുമ്പോൾ പുള്ളി കേൾക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു കേട്ടോ, ചില കാര്യങ്ങൾ ഇത് നമ്മുടെ വിടുതലിനെ നമ്മളെ തടയും കേട്ടോ. സ്തോത്രം. അതിനകത്ത് നമ്മൾ ആ സമയത്ത് അവിടെ എല്ലാം കറങ്ങിയിട്ട് വന്നു. കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞത്. നമ്മുടെ ബന്ധനം നമ്മളെന്താണ് തിരിച്ചറിയണം. സ്തോത്രം. കിട്ടിയായിരുന്നു. ഞാൻ മാമയെ ഉദ്ദേശിച്ച് പറഞ്ഞു. സ്തോത്രം. കിട്ടുന്നവരുണ്ട് കേട്ടോ. ബാക്കിൽ കിട്ടി. സ്തോത്രം. സുബ്രഹ്മണ്യ ഭാഷ മനസ്സിലായല്ലോ. സ്തോത്രം. ബെത്സയിദയ്ക്കകത്ത് പിന്നെ വിടുതൽ നടക്കത്തില്ല. എന്നാൽ ബെത്സയിദയ്ക്കകത്ത് പല അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിട്ടുണ്ട്. ബെത്സയിദ എന്ന് പറഞ്ഞാൽ നല്ല നീതിമാന്മാരുടെ പട്ടണമാണ്. സ്തോത്രം. നഥനയേലിന്റെ ഫിലിപ്പോസിന്റെ ഒക്കെ പട്ടണമാണ്. സ്തോത്രം. ഇവനെന്താ കെടുതിന്ന് അറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെ. സ്തോത്രം. ഇവനെ പട്ടണത്തിന് ആര് പുറത്തിറക്കി? കൂടെ ഉണ്ടോ? പട്ടണത്തിൽ ഇവനെ പുറത്തിറക്കി. കണ്ണില്ല. സ്തോത്രം. പട്ടണത്തിൽ പുറത്തിറക്കി ഊരിന് പുറത്തു കൊണ്ട് ഇവനെയും ചെയ്തു. സ്തോത്രം. കൈ പിടിച്ചു. ഒരു അത്ഭുതം നടന്നില്ല കേട്ടോ. വൃത്തിമായൊക്കെ പോന്ന പോക്കലെങ്കിൽ സൗഖ്യമായി. സ്തോത്രം. എന്നിട്ട് ഇവനെ തൊടുകയല്ല, ഇവന്റെ കണ്ണിന്റെ പുറത്ത് ചേറ് പുരട്ടി തൊട്ടു. സ്തോത്രം. സൃഷ്ടിതാവ് സൃഷ്ടി നിൽക്കുക. ലിസൺ. ഇവനെ സൃഷ്ടിച്ച സൃഷ്ടിതാവ് ഇവന്റെ നേരിട്ട് അപാകത മാറ്റാൻ വന്നേവാ. ഇന്ന് ചില അപാകതകളെ കർത്താവ് തൊടാൻ പോവാ. നിന്റെ വൈകല്യങ്ങളെ, നിന്റെ കേടിനെ, നിന്റെ ദാരിദ്ര്യത്തെ, നാളുകളായി നിന്റെ ദാരിദ്ര്യത്തിന്റെ ശാപത്തിൽ കിടന്നുകൊണ്ട് കുഴഞ്ഞ് മറിഞ്ഞ സ്തോത്ര, നിന്റെ സ്തോത്ര ഭാവി തച്ചുടച്ച നിന്റെ ജീവിതം ഇല്ലാതാക്കി സ്തോത്രം. 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്നലെ എന്നോട് കർത്താവ് പറഞ്ഞ പോലെ ഇന്ന് ആത്മാവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കും കേട്ടോ. ഇന്നൊന്നും കിട്ടിയാലും ഒരു വചനത്തിന്റെ വെളിപ്പാട് കിട്ടും, ഒരു ദൂത് കിട്ടും. നിങ്ങളുടെ വയറ് നിറയും, നിങ്ങളുടെ നാവിന് തൃപ്തി വരാം, നിങ്ങളുടെ അതരത്തെ ദൈവം നിറയ്ക്കാം, നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാം. ഞാൻ ഭാരം മാറിയവന് ഞാൻ ഒന്നും പറയാൻ നിന്നതല്ല. ഒരു ഭാരത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നതാ. സ്തോത്രം. ഇങ്ങനെ അവസാനിപ്പിക്കാം. ഊരിന് പുറത്തു കൊണ്ടുവന്നു, കണ്ണെ തൊട്ടു, ചെളിവാരി തൊട്ടു, ഒന്നും നടന്നില്ല. ഒന്നുണ്ട്. സ്തോത്രം. ഉടനെ കർത്താവ് വെച്ച് നീ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് സൃഷ്ടിതാവ്, സ്തോത്രം, ശില്പി, ശില്പം. കർത്താവ് നേരിട്ട് തൊട്ടു. എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഉടനെ ഞാൻ പറഞ്ഞു, സ്തോത്രം. കാഴ്ചപ്പാടുള്ളവൻ ഇല്ലെന്ന് പറയരുത്. ചില ആൾക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെ. സ്തോത്രം. ഞാൻ കാണുന്നു മനുഷ്യൻ നടക്കുന്നെന്ന്. കർത്താവ് വെച്ച് എങ്ങനെ നടക്കുന്നു? മരങ്ങൾ നടക്കുന്നത് പോലെ മനുഷ്യൻ നടക്കുന്നു. ഇവൻ മരങ്ങളും കണ്ടിട്ടുണ്ട്, മനുഷ്യൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവ് തൊട്ടിട്ട് പോലും 1-2 പ്രാർത്ഥനയ്ക്കകത്ത് പോകത്തില്ല കേട്ടോ. 1-2 വെള്ളിയാഴ്ചക്കകത്ത് തീരത്തില്ല. സ്തോത്രം. 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 ഞാൻ എന്നോട് പറഞ്ഞ് മനസ്സിലായോ? കർത്താവ് തൊട്ടിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. സ്തോത്രം. സ്തോത്രം. ചില മണ്ണ് പോരാ, ചില ജനിച്ചു വളർന്ന സാഹചര്യങ്ങള്, ചില പിതൃത്വങ്ങൾ, ചില ബാക്ക്ഗ്രൗണ്ടുകൾ, ചില ട്രഡീഷൻ, സ്തോത്രം, ചില വാദഗതികൾ, സ്തോത്രം, അവിടെ പോരാടി നിൽക്കുന്ന ചില പഴയ മണ്ഡലങ്ങൾ, സ്തോത്ര, നിങ്ങളെ പിന്തുടർന്ന് നാളുകളെ നിഴലിച്ച് നിൽക്കുന്ന, സ്തോത്ര, നിങ്ങൾ വളർന്ന പോലെ നിങ്ങളൊപ്പം വളരുന്ന ചില വിഷയങ്ങൾ കണ്ണുകൾ അടയ്ക്കാം. സ്തോത്ര. ഇവൻ ഇങ്ങനെ തൊട്ടാ പോരാ. സ്തോത്ര. ഇവൻ കാണുന്നില്ല, എന്തെല്ലാം ചെയ്തിട്ട് കാണുന്നില്ല. ഊരിന് പുറത്ത് കർത്താവ് അടക്കി വീണ്ടും അവനെ തൊട്ടു. സ്തോത്ര. അവനെ തൊട്ടു. ഇത്രയും പാടുണ്ടോ തൊടാൻ? ഉണ്ട്. സ്തോത്ര. ഇവന്റെ വായുമണ്ഡലം, ഇവന്റെ സ്തോത്ര, ഇവൻ കാൽ ഉറച്ചു വെച്ചിരിക്കുന്ന ഇവന്റെ മണ്ഡലം, സ്തോത്ര, ഇവന്റെ വായു
വായുമണ്ഡലം, ഇവന്റെ പ്രതലം, ഇവന്റെ അറ്റ്മോസ്ഫിയർ, ഇവന്റെ ആംബിയൻസ് എന്തുകൊണ്ട് പറയാം. അവിടെ നിന്നുകൊണ്ട് നിനക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. കർത്താവ് വന്ന് തൊട്ടിട്ട് ഇവനെ ഒന്ന് പുറത്തിറക്കി. ഞാൻ ഇന്ന് പറയാൻ വിളിച്ചു പറട്ടെ, ചിലരെ നിങ്ങൾ ആയിരിക്കുന്ന ഭൗതിക മണ്ഡലത്തിൽ നിന്ന് ദൈവം ആത്മമണ്ഡലത്തെ ലിഫ്റ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾ വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം, എവിടെങ്കിലും ആയിരിക്കട്ടെ, ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ടോ എന്നെ ഈ ദൂത് കേൾക്കുന്ന, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്തോത്രം, വീണ്ടും ഒരു സ്പർശനം ആവശ്യമാണ്, ഒരു സെക്കൻഡ് ടച്ച് ആവശ്യമാണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. കർത്താവ് വീണ്ടും നിങ്ങളെ തൊടുവാനുണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങളെ തൊടുവാനുണ്ട്, നിങ്ങളുടെ അവസ്ഥകളെ തൊടുവാനുണ്ട്. അവൻ തൊട്ടാൽ ഇന്നത്തെ അപാകതകൾ മാറും. സ്തോത്രം. ഏത് മേഖലയാണ് നിന്റെ അപാകത, എവിടെയാണ് നിന്റെ വൈകല്യം, സ്തോത്രം, അവിടെ ഒരു മാറ്റം സംഭവിക്കും. പ്രിയ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം അത്ഭുതമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. ഭാരങ്ങളുടെ മേൽ, നിരാശയുടെ മേൽ, ദാരിദ്ര്യങ്ങളുടെ മേൽ, ശാപങ്ങളുടെ മേൽ, പോരായ്മയുടെ മേൽ, ഇല്ലായ്മയുടെ മേൽ ഈ ദൂതന്റെ ഒരു വെളിപ്പാട് തന്നെ ജനത്തിന് സ്തോത്രം, 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 പുതിയൊരു നിയോഗമായി മാറട്ടെ, നിറവേറലായി മാറട്ടെ, ജയമായി മാറട്ടെ, അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ മക്കളെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.